മണ്ണും കല്ലും സ്വപ്നങ്ങളും ഒക്കെ ചേർത്ത് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ അവിടെ നമുക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കണം. വാസ്തുപ്രകാരം പണിയുന്ന വീടുകൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ എനർജി നമ്മളിലെ ഊർജത്തെ ഉണർത്തുകയും നമ്മളെ വളരെയധികം എനർജറ്റിക് ആക്കി വെക്കുകയും ചെയ്യും. 10,000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഭാരതീയർ ഉപയോഗപ്പെടുത്തിയിരുന്ന വാസ്തുശാസ്ത്രത്തെ പുതിയ തലമുറയ്ക്കായി ആധുനിക ശാസ്ത്രത്തിന്റെ തെളിവുകളോടുകൂടി സാധാരണ ജനതകളുടെ സമൃദ്ധിക്കായി ആലേഖനം ചെയ്യുന്ന മഹത്തായ കർമ്മമാണ് ഡോക്ടർ നിശാന്ത് തോപ്പിലും വാസ്തുഭാരതിയും ചെയ്യുന്നത്. വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് ഡോക്ടർ നിശാന്ത് തോപ്പിലിനെ സ്വാഗതം ചെയ്യാം. മുമ്പുള്ള കാലത്തേക്കാൾ ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിന് ജനങ്ങളുടെ ഇടയിൽ പ്രാധാന്യം കൂടി വരികയാണ്. ഇപ്പൊ നമ്പർ 1 ആയിരിക്കുന്നതും ISO അംഗീകാരമുള്ളതുമായ വാസ്തുഭാരതിയുടെ സമൃദ്ധിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? വാസ്തുഭാരതിയുടെ യാത്ര എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എൻ്റെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വേലായുധൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കണക്കൊക്കെ നോക്കിയിട്ട് ട്രഡീഷണലി ഉള്ള വാസ്തു ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ പോകും. അങ്ങനെ അതിലൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് തോന്നി. +2 കഴിഞ്ഞു. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് പല സ്ഥലത്തു നിന്നുള്ള വാസ്തു പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റായി. അപ്പോൾ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഫെങ്ഷുയി പഠിച്ചു. അതുപോലെ തന്നെ ഒരു മഗീർവാർ എന്ന് പറയും. മഗീർവാർ എന്ന് പറഞ്ഞാൽ ഔറംഗാബാദിലുള്ളതാണ്. അദ്ദേഹമാണ് എൻ്റെ ശരിക്കും ഇന്നത്തെ ഈ അദ്ദേഹം മയമതവും മാനസാരവും ഒക്കെ കുറേ ഗ്രന്ഥങ്ങൾ ബൈഹാർട്ടാക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് കൂടുതലായിട്ട് പിന്നീട് പഠിക്കാൻ കഴിഞ്ഞത്. പിന്നെ റെമഡിയൽ വാസ്തു എന്ന് പറയുന്നത് ഈ നോർത്തിൽ തന്നെയുള്ള ഒരു സഹസ്രബുദ്ധി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു. പിന്നെ നമ്മളവിടെ ഈ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകളുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ ഈ ഒത്തൻറ്റിക്കായിട്ട് നമ്മൾ ഈ തച്ചുശാസ്ത്രത്തിൻ്റെ ഇതൊക്കെ പഠിക്കുന്നത്. പിന്നെ പല ആളുകളെ അടുത്തുനിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാസ്തുശാസ്ത്രം ഒരു അനന്തമായിട്ട് കിടക്കണയാണ്. അപ്പോൾ എവിടുന്നോ കിട്ടുന്നോ ഒക്കെ നോളേജ് എടുക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കേരളത്തിൽ ഈ ചുറ്റളവിൽ മാത്രം കുടുങ്ങി കിടക്കുകയാണെന്ന്. അതുകൊണ്ടാണ് പിന്നീട് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. വാസ്തു എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മൾ ഈ കണക്ക് നോക്കുക എന്ന് പറയുന്നത് മാത്രമാണ് വാസ്തു. അപ്പോൾ അത് മാറ്റണം, ഇങ്ങനെയൊരു ചിന്ത വന്നു. അങ്ങനെയാണ് വാസ്തുഭാരതി എന്നുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം കോഴിക്കോടായിരുന്നു. ഞാൻ കോഴിക്കോട് കോവൂരാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. പിന്നെ കേരളത്തിൻ്റെ സെൻറ്ററാണ് തൃശ്ശൂർ. അപ്പോൾ എല്ലാവർക്കും എത്താനും വരാനും ഒക്കെയുള്ള സൗകര്യം കൊണ്ട് തൃശ്ശൂരാക്കി ഇതിൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കുറേ ആളുകൾ സ്വന്തമായിട്ട് ചെയ്യണു, സ്വന്തമായിട്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളടക്കമുണ്ട് നമുക്ക്. ഇപ്പോൾ കേരളത്തിലോട്ടാകെ ആയിരക്കണക്കിന് നമുക്കിപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു വലിയൊരു വൃന്ദം തന്നെയായി. ഇതും കൂടാണ്ട് തന്നെ നമ്മൾ വിദേശത്തും അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പായിട്ടുമൊക്കെ നടത്താറുണ്ട്. വാസ്തുഭാരതി ശരിക്കും ഒരു വലിയൊരു സങ്കല്പം. അതായത് ഇന്ത്യൻ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു പാതയുടെ ഒരു ഭാഗമാണ്. അതായത് ദർശനശാസ്ത്രം എന്ന് പറയും. ഈ ദർശനശാസ്ത്രത്തിൽ കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളെ ഈ ഇന്ത്യ എങ്ങനെ കീഴടക്കണം, ഇതിനെക്കുറിച്ച് പഠനം നടത്താനായിട്ട് ബ്രിട്ടീഷുകാർ മെക്കാളെ പ്രഭുവിനെ നിയോഗിക്കുക. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ തെലങ്കും വിലങ്ങും സഞ്ചരിച്ചു. കുറേ ഫാക്ട്സ് അദ്ദേഹം കണ്ടു. ഒരു ദരിദ്രനെയോ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെടുന്ന ആളുകളെ അംഗവൈകല്യമുള്ള ആളുകളെ ഒന്നും അദ്ദേഹം കണ്ടില്ല. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് ഇന്ത്യൻ ഷുഡ് അഷേംഡ് ഓഫ് ദെയർ ഓൺ കൾച്ചർ. ഇന്ത്യക്കാർക്ക് തന്നെ അവരുടെ സംസ്കാരത്തിൽ നാണം തോന്നണം, അങ്ങനെയാക്കി മാറ്റണം. അതിലവർ വിജയിച്ചു. അതിനായിട്ട് അവർ ഈ ഒന്നാമത് തന്നെ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ അത് പാഠം മാറ്റി. നമ്മളവിടെ ഒരു ഗുരുകുല സമ്പ്രദായമായിരുന്നു, അത് മാറ്റി. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറ്റി. ഇംഗ്ലീഷ് ഈസ് ദ ബെസ്റ്റ്, ബാക്കിയൊക്കെ പഴഞ്ചൻ, നമ്മൾക്ക് തന്നെ നാണം വരുന്ന തരത്തിലായി. അപ്പോഴാണ് ഈ വാസ്തുഭാരതി സ്ഥാപിക്കാൻ ഉദ്ദേശം ഇതിനൊന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. അപ്പം ദർശനശാസ്ത്രത്തിൽ ഒന്നാമത് പറയുന്നത് കായകൽപ്പം എന്ന് പറയും. കായകൽപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ പറയുക മനോകൽപ്പം. ഇന്ത്യൻ മനഃശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ യോഗ. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഭാഗ്യകൽപ്പം എന്ന് പറയും. യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ദോഷം പറയാനല്ല, ഭാഗ്യം എങ്ങനെ ഉണ്ടാക്കുക.
അപ്പം ഭാഗ്യം ഉണ്ടാക്കാൻ ഒരു സയൻസ് ഉണ്ടോ? നമ്മൾ അങ്ങനെ കരുതും. യഥാർത്ഥത്തിലുണ്ട്. ഇന്ത്യയിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ സയൻസ് തന്നെ ഉണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം. ഭാവിയെ കുറിച്ചിട്ട് അറിയാൻ ജ്യോതിഷശാസ്ത്രം. അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിരിക്കുക. അപ്പോൾ അതിനാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഇതൊക്കെ മനോരഞ്ജന കൽപ്പം എന്നാ പറയുക. അതായത് മനസ്സിനെ എങ്ങനെ ഹാപ്പിയാക്കാം അതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ശാസ്ത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വാസ്തു ഭാരതി എന്ന് പറയുന്നത് ഒരു ശ്രമമാണ് നമ്മളുടെ ഈ പഴയ കൾച്ചറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വാസ്തുവിലാണ്. അപ്പോൾ വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു അനന്ത സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മളുടെ ചെറുപ്പക്കാരൊക്കെ ഇനി വരേണ്ട ഒരു കാര്യമാണ്. കാരണം വെറുതെ കഷ്ടപ്പെടേണ്ടതൊന്നും ആവശ്യമില്ല. ബി ഹാപ്പി ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ്. അപ്പോൾ അവിടെ നമുക്ക് സമ്പത്ത് വേണം, സമൃദ്ധി വേണം, എന്തൊക്കെ വേണം ഒക്കെ പറ്റും. ഒക്കെ നമ്മൾക്ക് അധികം സ്ട്രെയിനൊന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് നേടാൻ പറ്റും. അതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഇപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് പോണു. നമ്മൾ അതിൽ തന്നെ കൂടുതലായിട്ട് പഠനങ്ങളൊക്കെ നടത്തി വരുന്നു. വളരെ ഹാപ്പിയാണ്. താങ്ക് യു വെരി മച്ച്. നല്ല ചോദ്യം. താങ്ക് യു.